ഇതുകൂടാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ദിനമാണ്. 79 വർഷങ്ങൾ പൂർത്തിയാക്കി 80-ാം വർഷത്തിലേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ കാലഘട്ടം തുടങ്ങുകയാണ്. പരിശുദ്ധ കന്യാമറിയാം ദൈവത്തിന് മാതാവായിരിക്കുന്നു എന്നുള്ളത് സഭയുടെ അടിസ്ഥാന വിശ്വാസമാണ്. AD 431 എഫേസൂസ് സന്നഹദോസിലാണ് കന്യാമറിയാമിനെ ദൈവമാതാവെന്ന് വിളിക്കുന്നത്. ആ തീരുമാനം ചെയ്ത് പരിശുദ്ധ സഭയുടെ വിശ്വാസ പ്രമാണത്തിലുമൊക്കെ കന്യാമറിയാമിനെ ദൈവമാതാവെന്ന് വിളിക്കുവാൻ ക്രമീകരിക്കുന്നത്. കണ്ടാലും സകല തലമുറകളും ഭാഗ്യവതി എന്ന് എന്നെ വാഴ്ത്തുമെന്ന് കന്യാമറിയാം പറയുന്നത് മറ്റെല്ലാവരേക്കാളും വലിയ ഉന്നതമായ ഭാഗ്യം കന്യാമറിയാമിനുണ്ട്. ഒന്നാമത് ദൈവത്തിന് മാതാവാകാനുള്ളൊരു ഭാഗ്യം. മക്കൾ എല്ലാ തരത്തിലും വിജയം പ്രാപിക്കുമ്പോൾ മാതാക്കൾക്ക് എപ്പോഴും വലിയ സന്തോഷമാണ്, ഭാഗ്യമായിട്ട് അവരെ കണക്കാക്കും. എന്നാൽ അതിലെല്ലാം ഉപരിയായി ലോകത്തിന് മുഴുവൻ രക്ഷ നൽകുന്നവനായ സാക്ഷാൽ ദൈവം തമ്പുരാൻ ദൈവത്തിന് ആലയമായി തീരുവാൻ കഴിഞ്ഞു എന്നുള്ളത് ആണ് ലോകത്തിലേക്കും വെച്ച ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ടാണ് സർവ്വ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്ന് പറയുന്നത്. അതുപോലൊരു ഭാഗ്യം വേറെ ആർക്കും ഈ ലോകത്തിൽ കിട്ടുവാനില്ല. അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയാമിൻ്റെ ഈ പെരുന്നാൾ ആചരിക്കുമ്പോൾ പ്രധാനമായി നമുക്ക് ചിന്തിക്കാനുള്ളത് പരിശുദ്ധ കന്യാമറിയാമിനെ പോലെ ദൈവത്തിന് ആലയമായി നമ്മളും നമ്മെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. വചനമാം ദൈവം കന്യാമറിയാമിൽ ഇറങ്ങി വസിച്ച് മനുഷ്യനായി തീർന്നു. ആ മനുഷ്യനായി തീർന്ന യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ വിശുദ്ധ കുർബാനയിൽ കൂടി നാം അനുഭവിക്കുമ്പോൾ നമ്മളും ദൈവത്തിൻ്റെ ആലയങ്ങളായി തീരുക. ആ ദൈവാലയമായി തീരുന്നതിൻ്റെ ഭാഗ്യം എന്താണ്? ആ ദൈവാലയത്തെ സൂക്ഷിക്കുക വിശുദ്ധിയോടെ എന്നുള്ളതാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, അയാൾ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിന്. കന്യാമറിയാം ദൈവത്തിന് ആലയമായി ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിതം മുഴുവനും. അതുപോലെ നമുക്കും കന്യാമറിയാമിനെ പോലെ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിച്ച് കർത്താവിന് ആലയമായി തീർന്നിരിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവസാനം വരെയും ജീവിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന് കന്യാമറിയാമിൻ്റെ ഈ പെരുന്നാൾ നമ്മെ ഓർമ്മിപ്പിക്കും. രണ്ടാമത് കന്യാമറിയാമിന് ലഭിച്ചതായ ഒരു വലിയ ഭാഗ്യം മരിച്ച് 3 ദിവസം കഴിയുന്നതിന് മുമ്പ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളത് ആണ്. ഭൗതികമായ മരണം സംഭവിച്ചപ്പോൾ യേശുക്രിസ്തുവിലേക്ക് തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചുവെങ്കിലും 3 ദിവസത്തിന് ശേഷം കന്യാമറിയാം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതാണ് സഭയുടെ വിശ്വാസം. വിശുദ്ധ ശിഷ്യന്മാരെല്ലാവരും വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുമ്പോൾ കന്യാമറിയാം ഗെത്സമന തോട്ടത്തിൽ അടക്കപ്പെടുമ്പോൾ അവരെല്ലാവരും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നെത്തി. തോമാ ശ്ലീഹ മാത്രം ഇന്ത്യയിൽ നിന്ന് വന്നെത്തുവാൻ സാധിച്ചില്ല. 3 ദിവസം കഴിഞ്ഞാണ് തോമാ ശ്ലീഹ ഇന്ത്യയിലേക്ക് പറന്നെത്തുന്നത്. ആത്മാവ് തോമാ ശ്ലീഹായെ അവിടെ കൊണ്ടുചെല്ലുമ്പോൾ കന്യാമറിയാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. എവിടേക്കാണ് കന്യാമറിയാം പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉത്തരമൊന്നുമില്ലാതെ തൻ്റെ കയ്യിലിരുന്നതായ കൈലേശും അരക്കെട്ടും തോമാ ശ്ലീഹായ്ക്ക് നൽകുകയാണ്. തോമാ ശ്ലീഹ അതുകൊണ്ട് യെരുശലേമിൽ വരുമ്പോഴാണ് ഗെത്സമന തോട്ടത്തിലെ കന്യാമറിയാമിനെ വെച്ച കല്ലറയിലേക്ക് ചെന്ന് വിശുദ്ധ ശിഷ്യന്മാരെയെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, കന്യാമറിയാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. എല്ലാവരും കൂടി ചെന്ന് ആ കബറിടം തുറന്നു നോക്കിയപ്പോഴാണ് കന്യാമറിയാമിൻ്റെ ജഡം 3 ദിവസം മുമ്പ് വച്ചിരുന്നത് അവിടെ ഇല്ല. ഇത് പൗരാണിക സഭയുടെ മുഴുവനായ വിശ്വാസം അന്നു മുതൽ ഇന്ന് പാലിക്കുന്നതാണ്. കന്യാമറിയാമിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ ആചരിക്കുവാൻ തുടങ്ങിയത്, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിൻ്റെ പെരുന്നാൾ ആചരിക്കുവാൻ തുടങ്ങിയത് AD 431 എഫേസൂസ് സന്നഹദോസിന് ശേഷമാണ്.
അന്നാണ് കന്യാമറിയാമിൻ്റെ നാമത്തിൽ 2 ദേവാലയങ്ങൾ, ഒന്ന് എഫേസൂസിലും മറ്റൊന്ന് റോമിലും സ്ഥാപിക്കപ്പെട്ടു. സെൻറ്റ് മേരി മേജർ എന്നുള്ളതായ ആ ദേവാലയം ഇന്നുമുണ്ട്. അതോടൊപ്പം തന്നെ എഫേസൂസിലുണ്ടായിരുന്ന ദേവാലയം നശിപ്പിക്കപ്പെട്ടു. കന്യാമറിയാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതുപോലെ നമുക്കും പ്രാർത്ഥിക്കാനുള്ളത് ദൈവസന്നിധിയിലേക്ക് നാമും ചേർക്കപ്പെടണമെന്നുള്ളതായ പ്രാർത്ഥനയാണ്. പരിശുദ്ധയായി ജീവിച്ച് ദൈവത്തിന് മാതാവായിരുന്ന കന്യാമറിയാമിനുണ്ടായ വലിയ ഭാഗ്യം സ്വർഗത്തിലേക്ക് മാലാഖമാർ എടുത്തുകൊണ്ടുപോയി എന്നുള്ളത്. നാമും കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാനുള്ളവരാണ്. മരിക്കുന്നതായ സമയത്ത് നാം എല്ലാവരും കർത്താവിൻ്റെ കൈകളിലേക്ക് സമർപ്പിക്കപ്പെടും. എന്നാൽ ഉയർത്തെഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്ര ചെയ്യുവാനുള്ളതായ ഭാഗ്യം നമുക്കും ലഭിക്കുവാനാണ് ഈ ദിവസം പ്രാർത്ഥിക്കുവാനുള്ളത്. മുന്തിരിത്തണ്ടുകളെ ഓർത്തുള്ളതായ പെരുന്നാളെന്ന് പറയുന്നത് കാർഷിക വിഭവങ്ങളുടെ മധ്യസ്ഥയായി കന്യാമറിയാം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞായി തീരുന്നതിനിടയായ സംഭവം കന്യാമറിയാം യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. അവർക്ക് വീഞ്ഞില്ല. യേശുക്രിസ്തുവിൻ്റെ മാതാവിൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ച് അപ്രകാരം അത്ഭുതം പ്രവർത്തിച്ചു. ഇതുപോലെ പ്രാർത്ഥനയിൽ ചൊല്ലുന്നത്, ഞങ്ങൾ വച്ചിരിക്കുന്നതായ കൃഷി വിഭവങ്ങളെല്ലാം കന്യാമറിയാമിൻ്റെ മധ്യസ്ഥതയാൽ 30, 60, 100 മേനിയായി വിളവുണ്ടാകണമെന്നുള്ളതാണ്. ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളും കന്യാമറിയാമിൽ നിന്ന് മധ്യസ്ഥ പ്രാർത്ഥന മുഖാന്തരം ദൈവം തമ്പുരാൻ നമുക്ക് നൽകുമ്പോൾ നാം കന്യാമറിയാമിനോട് കൃതജ്ഞതയുള്ളവരാകണമെന്ന് മാത്രമല്ല, കന്യാമറിയാമിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ജീവസന്ധാരണത്തിലുള്ള എല്ലാത്തിനും ഉപരിയായി കന്യാമറിയാമിനെ പോലെ വിശുദ്ധി ജീവിക്കുവാനുള്ള ഭാഗ്യം തരണമേ എന്നുള്ള പ്രാർത്ഥനയും നമുക്ക് ഈ അവസരത്തിൽ ആവശ്യമാണ്. പരിശുദ്ധ സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും അരക്കിട്ടുറപ്പിച്ച്